അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മർഹബൻ ബിക്കും ജമീഅൻ. നമ്മൾ പരീക്ഷയ്ക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഇസ്തിമാറ, ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോമിൽ ഡാറ്റ ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പുള്ള മറ്റൊരു ചോദ്യവുമായിട്ടാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അതത് മഅദൂദുമായി ബന്ധപ്പെട്ട, എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗം. നമ്മുടെ ഈ പാഠഭാഗത്ത് 1 മുതൽ 20 വരെ എണ്ണാൻ പഠിക്കുന്നുണ്ട്. 1 മുതൽ 20 വരെ നമ്മൾ എണ്ണാൻ പഠിക്കുന്നുണ്ട്. അതിൽ 11 മുതൽ 20 വരെ ഉള്ളതിൻ്റെ ഗ്രാമർ നമ്മൾ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്ക്, 1 വാഹിദ്, 1 എന്നതിന് വാഹിദ്. ഇസ്നാനി 2, സലാസ 3, അർബഅ 4, ഖംസ 5, സിത്ത 6, സബ്അ 7, സമാനിയ 8, തിസ്അ 9, അശറ 10. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഹദ അശറ, ഇസ്നാ അശറ 11, 12, സലാസത അശറ 13, അർബഅത അശറ 14, ഖംസത അശറ 15, സിത്തത അശറ 16, സലാസത അശറ സിത്തത അശറ നമ്മൾ പറഞ്ഞു. ഇനി സിത്ത സബ്അത അശറ 17, സമാനിയത അശറ 18, തിസ്അത അശറ 19, ഇശ്റൂൻ 20. 1 മുതൽ 20 വരെ എല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്ക്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്ക്, ഹസ്വൽത്തു അല 18 ദീക്കൻ. സമാനിയ എന്ന് പറഞ്ഞാൽ എത്രയടാ? സമാനിയ എന്ന് പറഞ്ഞാൽ 8 അല്ലേ? സമാനിയത്ത അശറ ദീക്കൻ, 18 കോഴികളെ, ഹസൽത്തു അല 18 കോഴികളെ കിട്ടിയതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത് നോക്ക്, ഫി ഹൗലി അസ്മാക്കി 19 സമക്കൻ. നോക്ക്, 9, അശറ 19. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഇനി അടുത്ത് നോക്ക്, ഫി ഹലീറത്തി 20 സൂസൻ, 20 കോഴിക്കുഞ്ഞുങ്ങൾ. അടുത്ത നോക്ക്, ഫി ബൈത്തി 12 ബഖറത്തൻ, 12. അടുത്ത ഇഷ്തറൈതു 13 ഹമാമത്ത്. ഓക്കെ, 13, 13. അടുത്ത നോക്കാം, ഫി മസ്റഅത്തി 20 ഷാത്ത്. ഓക്കെ, 20. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇത് ശ്രദ്ധിച്ച ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. 20 സൂസൻ, 20 ഷാത്തൻ, അവിടെ വ്യത്യാസമൊന്നുമില്ല, ഇല്ലല്ലേ? എന്നാൽ ഇവിടെ നോക്ക്, ചില ഭാഗത്ത് അശറ എന്നാണ് പറയുന്നത്, ചില സ്ഥലത്ത് അശറത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ അശറ എന്നാണെങ്കിൽ ഇവിടെ അശറത്ത് എന്നാണ് പറഞ്ഞത്. ഇവിടെ അശറത്താണെങ്കിൽ ഇവിടെ അശറ എന്നാണ് പറഞ്ഞത്. ഇനി നേരെ നമുക്ക് തൊട്ട് മുമ്പിലുള്ള ഭാഗം ഇവിടെ നോക്കാം. ഇവിടെ സമാനിയത്ത് ആണ്, തിസ്അത്താണ്, പക്ഷേ ഇവിടെ സലാസാണ്, താ ഇല്ല. ഇതൊക്കെ എന്താണ് ഇങ്ങനെ എന്ന ഒരു സംശയം ഒരു നോർമൽ അറബി പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ഭാഗം ക്ലിയർ ആക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി, ഈ വീഡിയോയോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്ലാസ്സോടുകൂടി 11 മുതൽ 20 വരെ എങ്ങനെ എഴുതാം എന്ന് ഞാനെന്ത് ചെയ്യും, പറഞ്ഞു തരും. നിങ്ങൾ കേട്ടിരിക്കുക. നോക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു പ്രവർത്തനവുമായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. നോക്കാം, നുലാഹിലു സൂറ വ നുക്മിലുൽ ഖാനാതി കമാ ഫിൽ മിസാല്. നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ച് ആ ബ്രാക്കറ്റിൽ, ആ ബോക്സിൽ എന്ത് ചെയ്യാം, നമുക്ക് യോജിച്ച രീതിയിൽ എഴുതാം. 2 എണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കല്ലേ? 1,
2 3 4 5 6 7 8 9 10 11 11 കോഴിക്കുഞ്ഞുങ്ങൾ. 11 കോഴിക്കുഞ്ഞുങ്ങൾ. 11 എന്നതിനെ അഹദ അശറ സൂസൻ എന്നാണ് പറയുക. അഹദ അശറ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സൂസൻ. ഇനി ഇവിടെ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 11 പൂമ്പാറ്റകൾ. 11 കോഴിക്കുഞ്ഞുങ്ങൾ എന്നതിന് അഹദ അശറ സൂസൻ എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇവിടെ പൂമ്പാറ്റയാകുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട്. അഹദ അശറ എന്നത് ഇഹ്ദ അശറത്ത ആയിട്ട് മാറുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികള്, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 11 12 എന്നതിന് ഒരു നിയമം, 13 മുതൽ 20 വരെ അല്ലെങ്കിൽ 19 വരെ മറ്റൊരു നിയമമാണ്. ഓക്കെ ആണോ? 11നും 12നും ഒരു പ്രത്യേക നിയമമുണ്ട്. എന്നാൽ 13 മുതൽ 19 വരെ മറ്റൊരു നിയമമാണ് അറബി ഗ്രാമറിലുള്ളത്. 20ന് മറ്റൊരു നിയമമാണ്. നോക്കാം. ഇവിടെ നിങ്ങൾ നോക്ക്. സൂസ് എന്നത് അത് മദ്കൂറാണ്, എന്താ പറയാ, പുരുഷ ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഫറാശത്തിന്റെ അവസാനത്തിൽ താ ഉണ്ട്, അത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്, മുഅന്നസിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്ക്. സൂസ് മുദക്കറിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ അഹദ അശറ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫറാശത്ത് മുഅന്നസിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇഹ്ദ അശറ എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? 11 12 കാണാതെ അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, 11 12 അഹദ അശറ എന്ന് പറയും, ഇഹ്ദ അശറത്ത എന്ന് പറയും, ഇസ്ന അശറ എന്ന് പറയും, ഇസ്നത അശറ എന്ന് പറയും. ഈ രണ്ട് ഇസ്നത അശറത്ത എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്. ഇവിടെ എത്ര തോഊസാണ് ചിത്രത്തിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. എത്ര ത്വാഊസ് ഉണ്ട്? 12 ത്വാഊസ്. മക്കളെ, മയിൽ എന്നത് ഇത് മയിലാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മയിൽ എന്നതിന് ത്വാഊസ് എന്നാ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? ആദ്യം നമ്മളെ മഅദൂദ് അങ്ങോട്ട് എഴുതി വെക്കുന്നു. ത്വാഊസ്. ത്വാഊസ് എന്ന് എഴുതുമ്പോൾ ഞാൻ അവിടെ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ത്വാഊസൻ എന്നാക്കി മാറ്റുന്നു. ത്വാഊസ് എന്നാണ് നമ്മൾ എന്ത് പറയാ, മയിലിന് പറയാ. ഞാനത് ത്വാഊസൻ എന്നാക്കി മാറ്റുകയാണ്. നോക്ക്. ഇനി 11 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 11 എന്നത് മുദക്കറാണെങ്കിൽ അഹദ അശറ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അഹദ അഹദ അശറ ത്വാഊസൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ ആണോ? ഇനി നമുക്ക് തൊട്ട് താഴെയുള്ളത് നോക്കാം. ഇവിടെ 2 എണ്ണം ഉണ്ട്, 2 2 2 2, അങ്ങനെ ഓരോ ചിത്രത്തിലും 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ 2 4 6 8 10 12 14. ടോട്ടൽ എത്ര ഉണ്ടടാ? 14 എണ്ണാണ് നമുക്കുള്ളത്. 14 പ്രാവ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് പ്രാവ് എന്നതിന് എന്താ പറയാ? പ്രാവ് എന്നതിന് എന്താണ് പറയുക എന്നാണ് നമ്മൾ ആദ്യം നോക്കണ്ടേ. പ്രാവ് എന്നതിന് ഹമാമത്ത് എന്ന് പറയാം. ഹമാമത്തുൻ. പ്രാവ് എന്നതിന് എന്താ പറയാ? ഹമാമത്തുൻ. പ്രാവിന് ഹമാമത്തുൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഹമാമത്തുൻ എന്നത് മുദക്കറാണോ മുഅന്നസ് ആണോ എന്ന് നോക്കണം. ഹമാമത്തുൻ എന്നത് മുദക്കറാണോ മുഅന്നസ് ആണോ? ഓക്കെ. ഹമാമത്തിന്റെ അവസാനത്തില് നമുക്ക് ഒരു താ കാണാൻ സാധിക്കും. ഈ താ അത് മുഅന്നസിനെ സൂചിപ്പിക്കുന്ന താ ആണല്ലോ. വട്ടത്തിലുള്ള ഹാ താ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അത് അത് മുഅന്നസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്ക്. 14. ഇവിടെ ഹമാമത്തിന് താ ഉണ്ട്. അപ്പൊ അശറ നമുക്ക് എന്ത് ചെയ്യാ? താ ഇട്ട് എഴുതാ. എഴുതിയോ? ഹമാമത്ത് എന്നതില് താ ഉണ്ട്, അതുകൊണ്ട് അശറി നമ്മൾ എന്ത് ചെയ്യുന്നു? താ ഇട്ട് എഴുതുന്നു. ഇനി അടുത്ത എന്ത് ചെയ്യണം? 4 എഴുതണം. 4 എഴുതുമ്പം താ വേണ്ട.
ഇത്ര പണിയുള്ളൂ. അർബഅ അശറത ഹമാമത്തൻ. കിട്ടിയോ? ഹമാമത്തുൻ എന്നത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയിട്ട് ഹമാമത്തൻ എന്നാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഹമാമത്തൻ. ഓക്കെ ആണോ? 14 എന്നതിന് അർബഅ അശറത ഹമാമത്തൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ചോദ്യത്തിലേക്ക്, മറ്റൊരു ചിത്രത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഒന്ന് എണ്ണി നോക്ക്. ചിത്രത്തിൽ എത്ര പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ? അത് ചിത്രത്തിൽ എത്ര പൂവൻ കോഴികളുണ്ട്? ചിത്രത്തിൽ എത്ര പൂവൻ കോഴികളുണ്ട്? പൂവൻ കോഴി ആണാണോ പെണ്ണാണോ? പൂവൻ കോഴി ആണാണോ പെണ്ണാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പൂവൻ കോഴി ആണാണോ പെണ്ണാണോ? പൂവൻ കോഴി ആണാണ്. പൂവൻ കോഴിക്ക് ദീക്ക് എന്നാണോ പറയാ, അതല്ല ദജാജത്തു എന്നാണോ പറയാ? പൂവൻ കോഴിക്ക് ദീക്കുൻ എന്നാ പറയാ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ദീക്കുൻ എന്നാണോ എഴുതേണ്ടത്, അതല്ല ദീക്കൻ എന്നാണോ എഴുതേണ്ടത്? യെസ്, ദീക്കൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ദീക്കൻ. ഓക്കെ, ദീക്കൻ എന്ന് നമ്മൾ എഴുതി. ഇനി എത്ര ഉണ്ടടാ? 1 2 3 4 5 6 7 8 9 10 11 12 13 പൂവൻ കോഴികളാണ് നമുക്കുള്ളത്. എത്ര ആള്? 13. നോക്ക്, 13 ദീക്കൻ. ദീക്ക് എന്നത് മുദക്കറാണ്. അപ്പൊ നമുക്ക് അശറൻ എന്ത് എഴുതാം? മുദക്കറാക്കി എഴുതാം. അശറ. ഞാൻ പറയുന്നു, ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനവും ഇതും അതോടൊപ്പം തന്നെ ഇതും എപ്പോഴും ഒരേപോലെ വേണം. ഇത് മുദക്കറാണെങ്കിൽ ഇതും മുദക്കറാവണം, ഇത് മുഅന്നസ് ആണെങ്കിൽ ഇതും മുഅന്നസ് ആവണം. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഇവിടെ ദീക്ക് എന്നത് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ അവസാനത്തിൽ ഹാത്ത ഇല്ല, ആണുങ്ങളെ സൂചിപ്പിക്കുന്ന മുദക്കറാണ്. അപ്പോ നമ്മള് അശറത്ത് എന്നല്ല അശറ എന്നാണ് എഴുതേണ്ടത്. 10ന്റെ സ്ഥാനവും നമ്മൾ എന്തിനെയാണോ എണ്ണുന്നത് അതും സെയിം ആയിട്ട് വരണം. ഇനി നമുക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പെണ്ണിനെ കൊടുക്കണ്ടേ കൂട്ടിന്? സലാസത. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? നമ്മൾ നമ്മുടെ ഉത്തരത്തിലെത്തി. ഓക്കെ ആണോ? എന്താണോ സംഭവിച്ചത്? സലാസത എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഓക്കെ, സലാസത അശറ ദീക്കൻ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13. അവിടെയും 13 എണ്ണ ഉള്ളത്. പക്ഷേ അവിടെ എന്താ ഉള്ളത്? 13 താറാവാണുള്ളത്. എത്ര എണ്ണ ഉള്ളത്? 13. പഠിച്ചാ കാണൂലേ? ഓക്കെ, 13 താറാവുകളാണുള്ളത്. ഫസ്റ്റത്തെ ചോദ്യം, താറാവിന് എന്താ പറയാ? താറാവിന് ബത്വത്തുൻ എന്നാ പറയാ. താറാവിന് എന്താണ് പറയാ? താറാവിന് ബത്വത്തുൻ. ഞാൻ ആദ്യം എന്ത് എഴുതുന്നു? ബത്വത്തുൻ എഴുതുന്നു. ബത്വത്തുൻ ആണോ എഴുതേണ്ടത്? അല്ല, ബത്വത്തൻ എന്ന് ഞാൻ എഴുതുന്നു. ഇനി 13 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബത്വത്ത് എന്താണോ അതേ ഇതിൽ തന്നെ നമ്മൾ എന്ത് എഴുതണം? 10ന്റെ സ്ഥാനത്ത് എഴുതണം. ബത്വത്തിന്റെ അവസാനത്തിൽ താ ഉണ്ട്, അപ്പൊ അശറന്റെ അവസാനത്തിലും താ വേണം. അപ്പൊ നമ്മൾ എഴുതുന്നു അശറത. ഓക്കെ, അശറത്ത എഴുതുന്നു. ഇനി അശറത്തേൽ താ ഉണ്ട്, ഇനി എന്ത് ചെയ്യണം? 3 താ വേണ്ട. അപ്പൊ നമുക്ക് സലാസ എന്ന് എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? സലാസ അശറ ബത്വത്തൻ. മനസ്സിലാവാത്തവർ പേടിക്കണ്ട, ഇനി ഒരു 5-6 എണ്ണം വരുന്നുണ്ട്. ആ 5-6 എണ്ണം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സാധനം മനസ്സിലാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എണ്ണിക്കോ, എത്ര മീനുണ്ടടാ? 1 2 3 4 8 12 16 20. 20 മീനുണ്ട്. 20ന് ആണായാലും പെണ്ണായാലും മുദക്കറായാലും മുഅന്നസ് ആയാലും ഇശ്റൂൻ എന്നാണ് പറയുക.
അവിടെ ഇനി ഇതാണാണോ മീന് പെണ്ണാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് എഴുതുന്നു? ഇശ്റൂന. ഇശ്റൂന സമക്കുൻ എന്നാണോ സമക്കൻ എന്നാണോ വേണ്ടത്? ഇശ്റൂന സമക്കൻ എന്ന് എഴുതുന്നു. ഓക്കെ ആണോ? ഇത്ര പണിയുള്ളൂ. ഇശ്റൂന സമക്കൻ. 10 20 പെട്ടെന്ന് പരിപാടി തീർന്നു. അടുത്തത് നോക്കാം. എത്ര? ഇത് പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ? ഇത് പെടക്കോഴിയാണ്. 1 2 3 4 5 6 9 12 15 18 20. കോഴി എത്ര ഉണ്ട്? 20 ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 20 എണ്ണം ആണ് എങ്കിൽ അവിടെ ആണും നോക്കണ്ട അവിടെ പെണ്ണും നോക്കണ്ട. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഇശ്റൂൻ എന്ന് എഴുതിയാൽ മതി. ഇവിടെ എത്ര എണ്ണമുള്ളത്? 20 എണ്ണം. അപ്പം നമ്മൾ എഴുതുന്നു ഇശ്റൂൻ. ഇശ്റൂൻ എത്ര ഉള്ളത്? ഇശ്റൂന എന്താ ഉള്ളത്? ദജാജതൻ. ഇശ്റൂന ഇശ്റൂന ദജാജതൻ. സംഗതി മനസ്സിലായിട്ടുണ്ടോ? സംഗതി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇശ്റൂന ദജാജതൻ. എത്ര ദജാജത്ത് ഉണ്ട്? 20 ദജാജത്ത്. മക്കളെ 20 ആണ് എങ്കിൽ നിങ്ങൾ മുഅന്നസ് ആണോ മുദക്കറാണോ നമ്മൾ എണ്ണുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല, നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് എഴുതി വെച്ചാൽ മതി? ഇശ്റൂൻ എന്ന് എഴുതി വെച്ചാൽ മതി. ഇതാണ് 20ന്റെ നിയമം. 20ന്റെ നിയമം ഇങ്ങനെയാണ്. ഇനി 11ഉം 12ഉം എന്താന്ന് ഞാൻ പറഞ്ഞു തന്നു. മുദക്കറാണെങ്കിൽ അഹദ അശറ, മുദക്കറാണെങ്കിൽ അഹദ അശറ എന്നും മുഅന്നസ് ആണെങ്കിൽ ഇഹ്ദ അശറ എന്നുമാണ് നമ്മൾ എഴുതേണ്ടത്. 12 ആണെങ്കിൽ ഇസ്ന അശറ എന്നും മുദക്കറ 12 മുഅന്നസ് ആണെങ്കിൽ ഇസ്നത അശറത്ത് എന്നുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇത്രയും സംഗതികൾ എഴുതി കഴിഞ്ഞാൽ 13 മുതൽ 19 വരെ മറ്റൊരു നിയമമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് എങ്ങനെ കണ്ടെത്താം എന്നും നമ്മൾ പറഞ്ഞു. ഇനിയും മനസ്സിലായ ഇപ്പം സംഗതി മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വീഡിയോ കണ്ട് നിർത്താം. ഇനിയും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മക്കൾ നോക്ക്. നുലാഹിദ് സൂറ വ നുക്മിൽ ഖാലാത്തി കമാഫിൽ മിസാലെ. നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ്. കാന രാജു മുസാരിഅൻ. രാജു ഒരു കൃഷിക്കാരനാണ്. യുറബിയൽ ഹയവാനാത്തി വ തുയൂറ യൗമ വ തുയൂറ. അവന് ഹയവാനാത്തിനെയും പക്ഷികളെയും ഒക്കെ പരിപാലിക്കുന്നുണ്ട്. യൗമൻ ജാഅ മുഅല്ലഫു സിറാഅതി ഇലാ മസ്റഅതിഹി. ഒരു ദിവസം കൃഷി ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ അവന്റെ കൃഷിയിടത്തിലേക്ക് വരികയാണ്. വഅതലഹു ഇസ്തിമാറ. എന്നിട്ട് അവനൊരു ഇസ്തിമാറ, ഒരു ഫോറം അവന് കൊടുത്തു. വത്വലബ മിൻഹു. അത് പൂരിപ്പിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. നമുക്ക് എന്ത് ചെയ്യാം? അവനെ പൂരിപ്പിക്കാൻ വേണ്ടി സഹായിക്കാം. അങ്ങനെ കൃഷി ഓഫീസർ നമ്മുടെ രാജുവിന്റെ എങ്ങോട്ടെത്തി? രാജുവിന്റെ കൃഷിയിടത്തിലേക്ക് എത്തുകയാണ്. ആ കൃഷിയിടത്തില് കോഴിയുണ്ട്, പൂവൻകോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്, ആടുണ്ട്, താറാവുണ്ട്, പശുണ്ട്, മുയലുണ്ട്, പിന്നെന്താ പ്രാവുണ്ട്. ഇതിന്റെ ഒക്കെ എണ്ണം എത്രയാണ് എന്ന് എണ്ണി നമ്മൾ എന്ത് ചെയ്യണം? രാജുവിനെ സഹായിക്കണം. ഒന്നാമത്തത് 13 പൂവൻ കോഴികളുണ്ട്, 13 പെടക്കോഴികളുണ്ട്. വാവ്, 13 പൂവനും 13 പെടയും. ജനസംഖ്യ കണക്കാല്ലേ കോഴിന്റെ കാര്യത്തില്. ഓക്കെ, നോക്ക്. 13ന്റെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ദീക്കൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ദീക്കാണ് 13 പെടക്കോഴി. ദീക്ക് എന്നാണ് പെടക്കോഴിക്ക് പറയാ. നമ്മൾ ദീക്കുൻ എന്നല്ല ദീക്കൻ എന്നാണ് എണ്ണം എഴുതുമ്പോൾ അതത് മഹദൂദിന്റെ ഭാഗത്ത് എഴുതേണ്ടത്. നോക്ക്, ദീക്കൻ എന്ന് നമ്മൾ എഴുതുന്നു. ദീക്കിന് താവുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അശറക്കും താവ് വേണ്ട. അശറക്ക് താവില്ലെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ആൾക്ക് താവ് വേണം. സലാസത അശറ ദീക്കൻ. അടുത്തയിലേക്ക് വരുന്നു 13 പെടക്കോഴി. 13 പെടക്കോഴി. ദജാജത്ത് എന്നാണ് പെടക്കോഴിക്ക് പറയാ. ദജാജത്തിൽ താ ഉണ്ട്. ദജാജത്തിൽ താ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അശറത്തിൽ എന്ത് വേണം? താവ് വേണം. അശറത്തിൽ താവ് വന്നാൽ പിന്നെ സലാസക്ക് താവ് വേണോ? പിന്നെ സലാസക്ക് താവ് വേണ്ട. മനസ്സിലായോ? നമ്മൾ എന്തിനെ കുറിച്ചാണോ എഴുതുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മുഅന്നസ് ആണെങ്കിൽ 10 എന്ന അശറ എന്നത് മുഅന്നസ് ആവണം. നമ്മൾ എണ്ണുന്നത് മുദക്കറാണെങ്കിൽ 10 എന്ന അശറയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 അവിടെ തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. കബിഷി. കബിഷി എന്ന് വെച്ചാൽ ആട് എന്നാണ് അർത്ഥം. നമ്മൾ ആടിനെ കുറിച്ച് എണ്ണാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 19. എത്ര ആടുകളാണ് ഉള്ളത്?
19 ആടുകളാണ്. എത്ര ആടുണ്ട്? രാജുവിന്റെ ഫാമില് 19 ആടുകളുണ്ട്. ഓക്കെ ആണോ? 19 ആടാണ് രാജുവിന്റെ ഫാമിലുള്ളത്. ആട് എന്നതിന് കെബിഷ് എന്നാ പറയാം. ആട് എന്നതിന് കെബിഷൻ. അപ്പൊ കെബിഷൻ എന്നതിന് നമ്മൾ കെബിഷൻ ആക്കുന്നു. നോക്കെ, കെബിഷിന്റെ അവസാനത്തിൽ താ ഉണ്ടടാ? കെബിഷിന്റെ അവസാനത്തിൽ താ ഉണ്ടോ? ഇല്ല. കെബിഷിന്റെ അവസാനത്തിൽ താ ഇല്ല. അപ്പൊ അശറക്കും എന്ത് വേണ്ട? താവ് വേണ്ട. അപ്പൊ അശറക്കും താവ് വേണ്ട. അശറക്ക് താ ഇല്ലാത്തത് കൊണ്ട് അശറന്റെ മുമ്പിൽ വരുന്ന 9, 19 9 എന്ത് വേണം? താ വേണം. നമ്മൾ എഴുതുന്നു തിസ്അത അശറ കെബിഷൻ. ഓക്കെ ആണോ മക്കൾക്ക്? മനസ്സിലായിട്ടുണ്ടോ? തിസ്അത അശറ കെബിഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് നോക്കുന്നു. താറാവാണ് അല്ലേ? താറാവാണ്. എത്ര താറാവുണ്ടാ? 2, 4, 6, 8, 10, 12, 14 താറാവുണ്ട്. 14 താറാവ്. ഫസ്റ്റത്തെ ചോദ്യം, നമ്മൾ എന്താണോ എണ്ണിയത് താറാവല്ലേ? താറാവിന് എന്താ പറയാ? താറാവിന് ബത്വത്ത് എന്നാ പറയാ. താറാവിന് എന്താ പറയാ? ബത്വത്തൻ എന്നാക്കി മാറ്റി. ഓക്കെ, ബത്വത്തിന്റെ അവസാനത്തിൽ താ ഉണ്ടോ? ബത്തത്തിന്റെ അവസാനത്തിൽ മുഅന്നസിനെ സൂചിപ്പിക്കുന്ന താ ഉണ്ടോ? ആ താ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അശറക്ക് എന്ത് വേണം? അശറക്ക് താവ് വേണം. അശറക്ക് താവ് ഉള്ളത് കൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള 14 4 താവ് വേണോ? വേണ്ട. 4 താവ് വേണ്ട. അർബ അശറത്ത ബത്വത്തൻ. ക്ലിയർ ആണോ? അർബ അശറത്വ ബത്വത്തൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. എണ്ണി നോക്ക്. മുയലാണ്. മുയലിന് എന്താ പറയാ? അർണബ്. മുയലിന് എന്താ പറയാ? അർണബ്. അത് നമ്മൾ ആദ്യം എഴുതി വെക്കുക. അർണബൻ. എണ്ണിക്കോ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. 20 സിമ്പിള്. 20 വളരെ സിമ്പിളാണ് മക്കളെ. 11, 12 അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. പിന്നെ 20 ചോദിക്കും. ഈ 3 ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 11, 12, 13 മുതൽ 19 വരെ 20. 3 ഭാഗവും അറിഞ്ഞിരിക്കണം. 20 മുയലുകളാണുള്ളത്. 20 ആണെങ്കിൽ അത് ആണാണോ പെണ്ണാണോ? അത് മുഅന്നസ് ആണോ മുദക്കറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ 20 എന്ത് എഴുതുന്നു? ഇശ്റൂൻ എന്ന് എഴുതുന്നു. 20 മുയലുകൾ. ഇശ്റൂന അർണബൻ. അടുത്തത് നോക്കാം. ബക്കറത്ത് പശുവാണ്. 2, 4 നമ്മൾ എന്ത് ചെയ്യുന്നു? ബക്കറത്ത്. ആദ്യം തന്നെ പശുവിന് എന്താ പറയാ? ബക്കറത്തൻ എന്ന് എഴുതി വെക്കുന്നു. ബക്കറത്തൻ. ഓക്കെ, പൗതി പണി കഴിഞ്ഞിട്ടോ. പൗതി പണി കഴിഞ്ഞ് പിന്നെ എണ്ണാതെ തന്നെ നമുക്ക് നോക്കാം. ബക്കറത്തൻ എന്നാണ് അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ അശറക്ക് എന്ത് വേണം? താ വേണം. അശറത്ത്. അഞ്ഞ് എണ്ണിക്കോളി. 2, 4, 6, 8, 10, 12, 14, 16, 17. 17 പശുക്കളാണുള്ളത്. പശു എന്നതിന് ബക്കറത്താണ്. ബക്കറത്തിൽ താ ഉള്ളത് കൊണ്ട് നമ്മൾ അശറക്ക് താവ് കൊടുക്കുന്നു. അശറത്ത് എന്ന് എഴുതുന്നു. ഇനി 7 എന്നതിന് അശറത്ത ബക്കറത്തൻ എന്നതാണ് നമുക്ക് അവിടെ വരെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അവസാനത്തത് ഒന്നുകൂടെ ഉണ്ട്. മക്കൾ പറഞ്ഞോ എത്ര പ്രാവുകളാണുള്ളത് അല്ലെ? പ്രാവ് എന്നതിന് എന്താ പറയുക നമ്മൾ ആദ്യം നോക്കുന്നു. പ്രാവ് എന്നതിന് ഹമാമത്തുൻ എന്നാണ് പറയാ. ഹമാമത്തുൻ. എടാ, ഹമാമത്തിൽ താ ഉണ്ടോ? ഹമാമത്തില് താ ഉണ്ടോ? ഹമാമത്തിൽ താ ഉണ്ടെങ്കിൽ അശറക്ക് താ വേണ്ടേ? ഹമാമത്തിൽ താ ഉണ്ടെങ്കിൽ അശറക്ക് താ വേണ്ടേ? നമ്മൾ അശറക്ക് താ കൊടുക്കുന്നു. അശറക്ക് നമ്മൾ താ കൊടുത്തു. അശറത്ത. ഇനി എത്ര ഉണ്ട് നോക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18. 18 പ്രാവുകളാണുള്ളത്. എത്ര പ്രാവുകളാണുള്ളത്? 18 പ്രാവുകളാണുള്ളത്. ഓക്കെ, നമുക്ക് കിട്ടി 18. അശറക്ക് താ ഉണ്ട്. അപ്പൊ 8 താവ് വേണോ? രണ്ടോടത്തൂടെ താവ് വേണ്ട. രണ്ടോടത്തൂടെ താവ് വരുന്നത് 12ന്റെ ഭാഗത്ത് മാത്രമാണ്. ഓക്കെ, നോക്കാം. 18 സമാനിയ.
സമാനിയ അശറത ഹമാമത്തൻ. ഹമാമത്തുൻ എന്നല്ല, ഹമാമത്തൻ എന്നാണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മക്കളെ എണ്ണത്തിൻ്റെ കേസ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പകുതിയിലേറെ ആളുകളും ഈ വീഡിയോൻ്റെ പകുതി എത്തിയപ്പോൾ തന്നെ ഒരു നിർത്തിയിട്ടുണ്ടാവും. കാരണം അപ്പം തന്നെ ഓൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവും, ഇതെന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും. നിങ്ങൾ ഈ കാണുന്ന ചോദ്യമല്ലേ, ഇത് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെയാണ്. ഇത് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മക്കളെ, ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക, വരാനിരിക്കുന്ന റിവിഷനുകളിലൂടെ, മോർണിംഗ് ബൂസ്റ്ററുകളിലൂടെ അത് ക്ലിയർ ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ഈ ഭാഗം നമുക്ക് വീണ്ടും റിവിഷനിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും.